ഈ സിനിമയിൽ കാണുന്ന പോലെ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നതല്ല ആസ്മ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അലർജിയും ആസ്മയും ഒന്നാണ് എന്നുള്ളതാണ്. അലർജിക്ക് കാരണം പാരമ്പര്യവും ചുറ്റുപാടും കൂടെ ചേരുമ്പോഴാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്. പെട്ടെന്നൊരു കുട്ടിക്ക് ജലദോഷം വന്ന് പിറ്റേ ദിവസം ശ്വാസം മുട്ടൽ വന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ചെസ്റ്റിൻ്റെ അലർജി തന്നെയാണ്. അച്ഛൻ്റെയും അമ്മയുടെയും രണ്ടുപേരുടെയും ഫാമിലിയിലുണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത 66%. അതായത് 3 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾക്ക് വരും. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ചുറ്റുപാട് തന്നെയാണ്. കാര്യം പാരമ്പര്യം ഒരിക്കലും മാറ്റാനുള്ള സ്ഥിതിവിശേഷം ഇന്ന് മോഡേൺ മെഡിസിൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. രക്ഷകർത്താക്കളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഡോക്ടറെക്കാട്ടും ഇമ്പോർട്ടൻസ് രക്ഷകർത്താക്കളാണ്. ഏതൊരു ഭക്ഷണം കൊണ്ട് നമുക്കൊരു അലർജി ഉണ്ടാവുന്നെങ്കിലും ആ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന പ്രോട്ടീനുകൾ കൊണ്ടാണ്. ഇനി നമ്മൾ എന്തെങ്കിലും നിർബന്ധിച്ച് തന്നെ ലഡ്ഡും ജിലേബിയും ഒക്കെ കാണിച്ച് തന്നെ നമ്മളൊരു പ്രിക് ടെസ്റ്റ് നടത്തിയെന്ന് വെച്ചോളൂ. ആ ഒരു സമയത്ത് വരുന്ന അലർജിക് റിയാക്ഷൻ വല്ലതും വന്നു പോയാൽ ആ കുട്ടി ഐസിയുവില്ല. Welcome back to Vital Voices. Today we have a very special guest, Dr. Srijit, who is our consultant pediatrician at SP Medifort. Welcome, sir. Welcome to our Thank you. podcast. ഡോക്ടർ, കുട്ടികളിൽ അലർജി അല്ലെങ്കിൽ ആസ്മ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ഇന്നത്തെ നമ്മുടെ വിഷയം തന്നെ കുട്ടികളിലെ അലർജിയും ആസ്മയുമാണ്. കേൾക്കുന്ന ആർക്കും ഈ വിഷയത്തെ സംബന്ധിച്ച് തോന്നാം, എന്തുകൊണ്ട് അലർജിയും ആസ്മയും ഒരു വിഷയത്തിൽ നമ്മൾ ഉൾപ്പെടുത്തി സംസാരിക്കുന്നു എന്ന് തോന്നൽ ജനിപ്പിക്കാം. സ്വാഭാവികമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് അലർജിയും ആസ്മയും ഒന്നാണ് എന്നുള്ളതാണ്. അലർജിക്ക് കാരണം പാരമ്പര്യവും ചുറ്റുപാടും കൂടെ ചേരുമ്പോഴാണ്. അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്. അത് രണ്ടും ജോയിൻ ചെയ്യുമ്പോൾ വരുന്ന ഒരു അവസ്ഥയാണ്. അസുഖം എന്ന് ഞാൻ പറയില്ല, അതൊരവസ്ഥയാണ് അലർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലർജി ശരീരത്തിൻ്റെ 5 ഭാഗത്താണ് യഥാർത്ഥത്തിൽ കാണുക. വേറെ ഒരിടത്തും കാണില്ല. ഈ 5 ഭാഗത്തെ കാണുള്ളൂ. ഒന്ന് കണ്ണുകളിലാണ്. കണ്ണ് ചൊറിച്ചിൽ, കണ്ണ് ചുമക്കലായിട്ട് നമ്മൾ കാണും. അതിനെ നമ്മൾ ഒരു വിളിപ്പേര് പറയുന്നു. അതിൻ്റെ പേരാണ് അലർജിക് കൺജങ്ക്റ്റിവൈറ്റിസ്. 2 മൂക്കിലാണ്. മൂക്കിൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തുമ്മലും ഒരു ചൊറിച്ചിലും മൂക്കൊലിപ്പും ഒക്കെ ആയിട്ട് അവരിതാ ഇങ്ങനെ ആയിരിക്കും പിടിക്കുക. അതിന് അലർജിക് സലാം എന്നാണ് നമ്മൾ പറയുക. ഒരു വെയിലൊക്കെ അടിച്ചു കഴിയുമ്പോൾ അങ്ങ് കുറയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ നമ്മൾ അലർജിക് റൈനൈറ്റിസ് എന്നുള്ള പേരിലാണ് അത് അറിയപ്പെടുന്നത്. മൂക്കിൻ്റെ അലർജി 3 ശ്വാസകോശമാണ്. ഈ പറയുന്നുള്ള ശ്വാസം മുട്ടൽ. ചില കുട്ടികളിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെളുപ്പാങ്കലും രാത്രിയും ചുമച്ചുകൊണ്ടിരിക്കുക. ചില കുട്ടികളിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഓടിക്കളിക്കുന്ന ദിവസം ചുമച്ചുകൊണ്ടിരിക്കുക. ചിലപ്പോൾ ചെറിയ ജലദോഷം വന്നാൽ മതി, അന്ന് വൈകുന്നേരം ചുമ, പിറ്റേ ദിവസം കഫത്തോടുള്ള ചുമ. നമുക്കിനെ അറിയത്തില്ല ഇത് എങ്ങനെ ഇത്രയും കഫം വന്നു, എന്നാൽ പനി കാണത്തുമില്ല. ശ്വാസകോശത്തിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ ആ ശ്വാസകോശത്തിൻ്റെ അലർജിയുടെ പേരാണ് ആസ്മ. അല്ലാതെ ഈ സിനിമയിൽ കാണുന്ന പോലെ ശ്വാസം മുട്ടിക്കൊണ്ടിരിക്കുന്നതല്ല ആസ്മ. ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി. ശരിക്കും പറഞ്ഞാൽ ശ്വാസകോശത്തിൻ്റെ അലർജിയുടെ വിളിപ്പേരാണ് ആസ്മ. അല്ലാതെ ആസ്മ ഒരു അസുഖമല്ല. അത് അലർജിക്ക് കീഴിലുള്ള ഒരു സബ് സ്പെഷ്യാലിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് സത്യം. ഇപ്പം 4ാമത് ഞാൻ പറഞ്ഞ അവയവം അല്ലെങ്കിൽ ഒരു സ്ഥലം എന്ന് പറഞ്ഞ സ്കിന്നാണ്, തൊലി, ത്വക്ക്. അപ്പം അതിൽ സാധാരണ നമ്മൾ ആട്ടാമ്പുഴ കടിക്കുമ്പോൾ ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ ശരീരം മൊത്തം വരെയല്ലോ, അതിന് അട്ടിക്കേറിയാന്ന് പറയും. ചിലപ്പോൾ ഈ മടക്കുകളിലെല്ലാം, നമ്മുടെ ജോയിൻസിൻ്റെ മടക്കുകളിലും ഒരു പിരിപിരുത്ത സ്കിൻ, അതായത് നമുക്ക് എന്താ പറയുക, നമ്മുടെ സാൻഡ് പേപ്പർ പോലത്തെ റഫ്നെസ് ഉള്ളൊരു സ്കിന്നൊക്കെ വരും. അങ്ങനെ പല ഭാഗം കാൽ മടക്കിൻ്റെ അവിടെ അതൊക്കെ അതിന് അറ്റോപിക് ഡെർമറ്റൈറ്റിസ് എന്ന് പറയും. പിന്നെ ഭക്ഷണം കൊണ്ട് നമുക്കുണ്ടാകുന്ന ചില മാറ്റങ്ങൾ. അങ്ങനെയാണ് ശരീരത്തിൻ്റെ 5 ഭാഗത്ത് 5 രൂപത്തിലും ഭാവത്തിലും വരുന്നതിനെ 5 പേരിട്ട് വിളിക്കുന്നതിൽ ശ്വാസകോശത്തിൻ്റെ അലർജിയുടെ പേരാണ് ആസ്മ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൻ്റെ കാതൽ അലർജിയും ആസ്മയും രണ്ടും ഒന്ന് തന്നെയാണ്. സാർ ഇപ്പൊ പറഞ്ഞല്ലോ ഫാമിലി ഹിസ്റ്ററി എന്ന്. അപ്പം ഫാമിലി ഹിസ്റ്ററി നിയർ ഫാമിലി ആണോ, അച്ഛൻ, അമ്മ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസ് ആണോ, ഇവരിൽ ഉണ്ടെങ്കിലാണോ നമ്മൾക്ക് കൂടുതലായിട്ട് ഈ അലർജിയും ആസ്മയും കുട്ടികളിൽ കാണാൻ പറ്റുന്നത്? നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹെറിഡിറ്ററി അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് സാധാരണ അച്ഛൻ്റെയോ അമ്മയുടെയോ, ഒരു കുട്ടിയെ സംബന്ധിച്ചാണെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഏതെങ്കിലും ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ബ്ലഡ് റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു കൊച്ചിൻ്റെ അമ്മയും അച്ഛനും, കൊച്ചിൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും, കൊച്ചിൻ്റെ അമ്മയുടെ അച്ഛൻ്റെയും സഹോദരന്മാർ, അവരുടെ മക്കൾ, കൊച്ചിൻ്റെ ഇളയത് മൂത്തതും, ഇതാണ് ആ കുട്ടിയുടെ രക്തബന്ധം എന്ന് പറയുന്നത്. പാരമ്പര്യം ഉദ്ദേശിക്കുന്ന ഇതാണ്. ഇവർക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും ഒരു ഫാമിലിയിൽ, അച്ഛൻ്റെയോ അമ്മയുടെയോ ഒരു ഫാമിലി ഉണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത 50%. അതായത് 2 കുട്ടികളുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് വരും. അല്ലെങ്കിൽ പകുതി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നല്ല എൻ്റെ അർത്ഥം. 2 കുട്ടിയുണ്ടെങ്കിൽ ഒരു കുട്ടിക്ക് വരും. ഇനി അച്ഛൻ്റെയും അമ്മയുടെയും 2 പേരുടെയും ഫാമിലിയിലുണ്ടെങ്കിൽ കുട്ടിക്ക് വരാനുള്ള സാധ്യത 66%. അതായത് 3 കുട്ടികളുണ്ടെങ്കിൽ 2 കുട്ടികൾക്ക് വരും.
ഇതാണ് സർവ്വസാധാരണമായി ലോക പ്രതിഭാസമാണ്. അതാണ് ഈ പാരമ്പര്യത്തിൻ്റെ ഇമ്പോർട്ടൻസ്. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് അലർജി എന്ന് പറയുന്നത് എടുത്തു മാറ്റിക്കളയാൻ പറ്റുന്ന ഒരു അസുഖമല്ല. ഒന്നാമത്തെ കാര്യം, ഇത് അസുഖമേ അല്ല, ഇതൊരവസ്ഥയാണ്. അതിലൊരിക്കലും പിഴുതെറിയാൻ പറ്റില്ല. പക്ഷെ നമുക്ക് വളരെയധികം കുറച്ചുകൊണ്ട് പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് കൂടി മുന്നോട്ട് പോയി നമുക്ക് സുഖമായിട്ട് ജീവിക്കാനുള്ള അവസ്ഥ സംജാതമാക്കാം. സർ, നമ്മൾ ഈ കേട്ടിട്ടുണ്ടല്ലോ കുറച്ച് നാൾ കഴിയുമ്പോൾ ശ്വാസം മുട്ടൽ തന്നെ മാറുന്നു എന്നൊക്കെ ഉള്ളത്. അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ്? നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ബാല്യത്തിൽ നമ്മൾ പോകുന്ന സ്കൂളുകളിലാണ് അല്ലേ. ഇവരേറ്റവും കൂടുതൽ അവരുടെ ജീവിതത്തിൽ പിള്ളേർ സംവദിക്കുന്നത് അല്ലെങ്കിൽ ഒരുമിച്ചിരിക്കുന്ന അവരുടെ കൂട്ടുകാരുമൊത്താണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു 5ാം ക്ലാസ് 6ാം ക്ലാസ് അല്ലെങ്കിൽ അവർ കളിക്കുന്ന രീതി വേറെയാണ്. ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് 10ാം ക്ലാസ്സിലുള്ള ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും അവർ കളിക്കുന്ന രീതിയും വ്യത്യസ്തമാണ്. ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ ഫിസിക്കൽ ഇൻറ്റിമസി അല്ലെങ്കിൽ കളിക്കിടയിലുള്ള ഫിസിക്കൽ ഇൻറ്റിമസി കൂടുതലാണ് ഒരു ചെറുപ്രായക്കാർക്ക്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, ഒരു പ്രായം വരെ തമ്മിൽ അസുഖങ്ങൾ, പ്രത്യേകിച്ച് ജലദോഷം ഏറ്റവും കൂടുതൽ കൊടുക്കപ്പെടുന്നത് ആ വിഭാഗത്തിലുള്ള കുട്ടികളാണ്. അതിൽ തന്നെ അലർജി ഉള്ള കുട്ടികളാണെങ്കിലോ ആ ഒരു ഇൻഫെക്ഷൻ കാരണമുള്ള ഈ പറയുന്ന അലർജിയും വളരാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ആ ഒരു വിഭാഗത്തിൽപ്പെടുന്ന കുട്ടികൾ കൂടുതലായിട്ട് കാണുന്നത്. നമ്മൾ ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു 14 വയസ്സ്, 9ാം ക്ലാസ്, ഒരു 8, 9, 10 ഇനി അങ്ങോട്ടങ്ങ് പോകുമ്പോൾ എത്ര വലിയ തിക് ഫ്രണ്ട്സ് ആയാലും അവർ തോളിൽ കൈവിട്ട് നടക്കുമായിരിക്കാം. അതിൽ കൂടുതലൊരു ഫിസിക്കൽ ഇൻറ്റിമസിയോ കളിയുടെ ഇടയിലുള്ള കാര്യമോ ഉണ്ടാകില്ല. അപ്പം കൂടാതെ അവരുടെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഉപയോഗിക്കും. അവരൊരു തുമ്മിയാൽ തന്നെ തുവാല ഉപയോഗിക്കാനുള്ള സാധ്യത കൂടുതലാണ് അവരുടെ ഇടയിൽ. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ, ഏത് പ്രക്രിയ, അസുഖങ്ങൾ കൊടുക്കൽ വാങ്ങൽ പ്രക്രിയ വളരെയധികം കുറയും. അങ്ങനെ കുറയുന്നതുകൊണ്ട് തന്നെ ഈ അലർജിക് ഇൻസിഡൻസ്, ഈ ഇൻഫെക്ഷൻ കൊണ്ടുള്ള, ഈ വൈറസ് കൊണ്ടുള്ള അലർജിക് ഇൻസിഡൻസ് ഉണരുന്നതും വളരെയധികം കുറയും. അതൊക്കെ കൊണ്ടാണ് ഒരു പ്രായത്തിൽ കഴിയുമ്പോൾ കുറയുന്നു എന്ന് പറയപ്പെടുന്നത്. എന്നിരുന്നാലും പാരമ്പര്യത്തിൻ്റെ ശക്തി അവിടെ ഉള്ളത് കൊണ്ട് എപ്പോൾ ചുറ്റുപാടുള്ള മാറ്റം വരുന്നു, ചിലപ്പോൾ ശ്വാസകോശ സംബന്ധമായ അലർജി വരില്ലായിരിക്കാം, ചിലപ്പോൾ കണ്ണിൻ്റെയോ മൂക്കിൻ്റെയോ തൊലിയുടെയോ അലർജി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഈ അലർജി കണ്ടുപിടിക്കാനായിട്ട് എന്തെങ്കിലും സ്പെസിഫിക് ടെസ്റ്റുകളുണ്ടോ? കൂടുതലും ഹിസ്റ്ററിയാണ്. നേരത്തെ പറഞ്ഞല്ലോ, നമുക്ക് ഒന്നാമത്തെ കാര്യം ഒരു പാരമ്പര്യം നമുക്ക് സസ്പെക്ട് ചെയ്യണം. അതൊരു ക്ലിനിക്കൽ ഹിസ്റ്ററി അറിയാലോ. ഒരു രോഗി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു കുട്ടിയെ കൊണ്ടുവരുമ്പോൾ നമ്മളൊരു ചോദിക്കും എത്ര ദിവസം കൊണ്ട് തുടങ്ങി. അതിൻ്റെ ഒരു റാപ്പിഡ്, ഒരിക്കലും ഒരു ന്യൂമോണിയ ഒരു ദിവസം കൊണ്ട് വരില്ല. ഒരു ന്യൂമോണിയ ഒരു സ്ലോ ഇവോൾവിങ് പ്രോസസ്സാണ്. അപ്പോൾ അതിന് പെട്ടെന്നൊരു കുട്ടിക്ക് ജലദോഷം വന്ന് പിറ്റേ ദിവസം ശ്വാസം മുട്ടൽ വന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ചെസ്റ്റിൻ്റെ അലർജി തന്നെയാണ്. ഒരു കുട്ടി രാവിലെകളിൽ തുമ്മുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൂക്കിൻ്റെ അലർജി തന്നെയാണ്. ഒരു കുട്ടിക്ക് കണ്ണ് ചൊറിച്ചിൽ അനുഭവപ്പെടുന്നെങ്കിൽ, കുട്ടിയായിക്കോട്ടെ വളരെ വലിയ ആളായിക്കോട്ടെ, അത് കണ്ണിൻ്റെ അലർജി തന്നെയാണ്. അപ്പോൾ ക്ലിനിക്കൽ ഹിസ്റ്ററിയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. നമ്മൾ ആ അസുഖത്തിനെ കുറിച്ച് ഡീറ്റെയിൽസ് എടുക്കുന്ന രീതി, നമ്മുടെ വലിപ്പം, നമ്മൾ എടുക്കുമ്പോഴുള്ള ആ ഒരു പനി ഉണ്ടോ ഇല്ലേ എന്നുള്ളൊരു ഒറ്റ ചോദ്യം. അപ്പോൾ അതിലെല്ലാം ആണ് ഇതിലോട്ട് നയിക്കുന്ന, അല്ലെങ്കിൽ ഈ ഒരു ഡയഗ്നോസിസിലോട്ട് നയിക്കുന്ന ഒരു കാര്യം ഇരിക്കുന്നത്. 2, എന്നിരുന്നാൽ കൂടെ നമ്മൾ ഒരു സസ്പെക്റ്റ് ചെയ്താൽ അത് പ്രൂവ് ചെയ്യേണ്ട ബാധ്യത നമ്മുടെ മോഡേൺ മെഡിസിനുണ്ട്. കാര്യം നമ്മളൊരു എവിഡൻസ് ബേസ്ഡ് മെഡിസിനാണ്. ഊഹാപോഹ കച്ചവടം ഇതിൻ്റെ അകത്തില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് അബ്സല്യൂട്ട് ഇസ്നോഫിൽ കൗണ്ട് എന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. കാര്യം പലപ്പോഴും പലരും കേട്ടിട്ടുണ്ട്, അയ്യോ എൻ്റെ മോന് നല്ല ഇസ്നോഫീലിയ ആണെന്ന് പറയുന്നത്. അത് ഇസ്നോഫീലിയ എന്തൊരു അസുഖം പോലെയാണ് അവർ കരുതുന്നത്. പക്ഷേ അങ്ങനെയല്ല. രക്തത്തിൽ ഇസ്നോഫിൽസിൻ്റെ കണ്ടന്റ് കൂടി നിൽക്കുന്നതിനാണ് ഇസ്നോഫീലിയ എന്ന് പറയുന്നത്. ഈ അലർജിയുള്ള എല്ലാവർക്കും, പാരമ്പര്യമുള്ള എല്ലാവർക്കും സാധാരണഗതിയിൽ ഇസ്നോഫീലിയ കാണും. അപ്പോൾ അബ്സല്യൂട്ട് ഇസ്നോഫിൽ കൗണ്ട് കൂടുതലുണ്ടെങ്കിൽ വേറൊന്നുമില്ല, അതൊരു അലർജി ഉണ്ടെന്നുള്ള ചൂണ്ടുപലക തന്നെയാണ്. അതൊരു ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് ഉള്ള ടെസ്റ്റാണ്, തെറാപ്യൂട്ടിക് ഇമ്പോർട്ടൻസ് അല്ല. രണ്ടാമത് സിറം IgE എന്ന് പറയും, ഇമ്യൂണോഗ്ലോബിൻ E എന്ന് പറയുന്ന അളവ് കൂടി നിന്നിരുന്നാലും അതൊരു ചൂണ്ടുപലകയാണ്. ഒരു ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് ആണ് ഈ ഒരു അലർജി ഉണ്ടോ ഇല്ല എന്നുള്ളത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമുക്ക് ഈ പറഞ്ഞ 2 ടെസ്റ്റുകളും സാധാരണഗതിയിൽ അലർജി ഉണ്ടോ ഇല്ലയോ എന്നറിയാൻ വേണ്ടി മാത്രമുള്ള ഡയഗ്നോസ്റ്റിക് ഇമ്പോർട്ടൻസ് ഉള്ള ടെസ്റ്റുകൾ മാത്രമാണ്. ഒരിക്കലും മരുന്ന് കഴിക്കുന്നു, IgE കുറഞ്ഞു, IgE കൂടി അതുകൊണ്ട് അലർജി കൂടി, IgE കുറഞ്ഞുകൊണ്ട് അലർജി കുറഞ്ഞു, മരുന്ന് കഴിച്ചുകൊണ്ട് ഇത് കൂടി കുറഞ്ഞു, അങ്ങനൊരു സാധനമില്ല. ഇത് വെറും ഉണ്ടോ ഇല്ലേ എന്നറിയാൻ വേണ്ടി മാത്രം. അതിൻ്റെ ഏറ്റക്കുറച്ചിൽ ഒരിക്കലും ട്രീറ്റ്മെൻറ്റിനെയോ അല്ലെങ്കിൽ അസുഖത്തിൻ്റെ ഗതിവിഗതികളെയോ ബാധിക്കുന്നതല്ല എന്നുള്ളതാണ് സത്യാവസ്ഥ. സാധാരണഗതിയിൽ ക്ലിനിക്കൽ ഹിസ്റ്ററിയും ഈ 2 ടെസ്റ്റുകളുമാണ് നമ്മൾ സാധാരണഗതിയിൽ
ഈ ഒരു അലർജി കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്നത് ട്രീറ്റ്മെൻറ്റ് പർപ്പസിനല്ല. ഈ അലർജി കണ്ടുപിടിക്കാനായിട്ട് ഒരു പ്രിക് ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ടല്ലോ സർ, അത് എന്താണ് സത്യം പറഞ്ഞാൽ? പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്ന സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കുക പ്രിക് എന്ന് വെച്ചാൽ കുത്തുക, അറിയായിരിക്കുമല്ലോ. സാധാരണഗതിയിൽ നമുക്കൊരു പാനൽ കാണും. ചിലപ്പോൾ മരുന്നുകളുടെ പാനലായിരിക്കാം, ചിലപ്പോൾ കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന വസ്തുക്കളുമായിട്ട് അലർജി ഉണ്ടോ എന്നറിയാനുള്ള ഒരു പാനൽ. ചെറിയ രൂപത്തിൽ നമ്മുടെ കൈകളിൽ കുത്തുകയും ഒരു കുത്തി നോക്കിയിട്ട് അതിൽ എത്രത്തോളം സെൻസിറ്റിവിറ്റി ഉണ്ട് ഇല്ലയോ എന്നറിയുന്ന ഒരു ടെസ്റ്റാണ്. നോക്കൂ, ഏതെങ്കിലും കുട്ടികൾ അങ്ങനെ കൈ വെച്ച് തരുമോ നമുക്ക് കുത്താൻ? ഇല്ല അല്ലേ? അപ്പോൾ ഒന്ന് അവർ തന്നെ വളരെയധികം വിമുഖത പ്രകടിപ്പിക്കും. നമുക്കങ്ങനെ ബോധം കെടുത്തിയൊന്നും ഒരു ആളുടെയും പ്രിക് ടെസ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. 2, ഇനി നമ്മൾ എന്തെങ്കിലും നിർബന്ധിച്ച് തന്നെ ലഡ്ഡും ജിലേബിയൊക്കെ കാണിച്ച് തന്നെ നമ്മളൊരു പ്രിക് ടെസ്റ്റ് നടത്തിയെന്ന് വെച്ചോളൂ. ആ ഒരു സമയത്ത് വരുന്ന അലർജിക് റിയാക്ഷൻ വല്ലതും വന്നു പോയാൽ ആ കുട്ടി ഐസിയുവില്ല. അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രായം വരെ നമുക്ക് ഈ പ്രിക് ടെസ്റ്റ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. കുട്ടികളിൽ നമ്മൾ അധികം നല്ല ചെയ്യാൻ പാടുള്ളതല്ല ഈ പ്രിക് ടെസ്റ്റ്. അതുകൊണ്ട് തന്നെയാണ് പ്രിക് ടെസ്റ്റിന് ഇമ്പോർട്ടൻസ് ഇല്ല. ഇത് കൂടുതലും ക്ലിനിക്കൽ ഹിസ്റ്ററിയും പിന്നെ അസുഖമാണോ അല്ലയോ എന്നറിയാനുള്ള നേരത്തെ ഞാൻ പറഞ്ഞ 2 ടെസ്റ്റുകളും വഴി മാത്രമേ നമുക്കത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ എല്ലാ ശ്വാസം മുട്ടലും ആസ്മയാണോ? നോക്കൂ, നമുക്ക് സാധാരണഗതിയിൽ ഒരു കുട്ടികൾക്ക് വരുന്ന ഇൻഫെക്ഷനാണ് 70% വൈറസ് കൊണ്ടാണ് ഇൻഫെക്ഷൻ വരിക, ഒരു 30% ബാക്ടീരിയ കൊണ്ട്. ഇനി അലർജിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അലർജിക്ക് കാരണം എന്താ? പാരമ്പര്യവും ചുറ്റുപാടും, അല്ലേ? ചുറ്റുപാടിൽ കാണുന്ന എന്തൊക്കെയുണ്ട്? പാരമ്പര്യം എന്തായാലും ആ കുട്ടിക്കുണ്ട്. ഒരു കുട്ടിക്ക് പാരമ്പര്യമുണ്ട്. ഇനി അവന് അലർജി വരണമെങ്കിൽ ചുറ്റുപാടിൽ നിന്ന് എന്തെങ്കിലും വരണം. ചുറ്റുപാടിൽ നിന്ന് എന്തൊക്കെ വരാം? അവൻ്റെ ബോഡിക്ക് ചേരാത്ത പൊടിയോ പൂമ്പൊടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും, അല്ലേ? അതിൻ്റെ കൂടെ വരാൻ പറ്റുന്ന വേറെ സാധനം എന്താ? ഇൻഫെക്ഷൻസ്. ഇത്രയും സാധനങ്ങളാണ് എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള അല്ലെങ്കിൽ കുട്ടിയുടെ വെളിയിലുള്ള എൻവയോൺമെൻറ്റിലുള്ളത്, ചുറ്റുപാടുള്ളത്. ഇതിൽ ഇൻഫെക്ഷൻ എന്ന് പറയുന്ന 70% വൈറസ് കൊണ്ടാണ്. ഈ വൈറസ് ഉള്ളിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പനി വരും, ജലദോഷം വരും. ഈ വെളിയിലുള്ള ഒരു എക്സ്റ്റേണൽ എൻവയോൺമെൻറ്റിലുള്ള വൈറസ് ഉള്ളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പാരമ്പര്യമുള്ള കുട്ടികൾക്ക് ശ്വാസം മുട്ടലും വരും. അപ്പോൾ ശ്വാസം മുട്ടൽ പെട്ടെന്ന് വരികയും ചെയ്യും. ആ രീതിയിൽ നെബുലൈസേഷൻ ഉൾപ്പെടെ ഇൻഹലേഷൻ തെറപ്പി ഉൾപ്പെടെയുള്ള ട്രീറ്റ്മെൻറ്റ് അവന് തുടങ്ങണം. നേരെ മറിച്ച് 30% നമുക്ക് ബാക്ടീരിയ. ഈ ബാക്ടീരിയ ഉള്ളിൽ വന്നാലോ ആൻറ്റി ബാക്ടീരിയൽ കൊടുത്തേ പറ്റൂ, ആൻറ്റിബയോട്ടിക്സ് കൊടുത്തേ പറ്റൂ. അവിടെ നമുക്ക് നെബുലൈസേഷൻസ് മാത്രം കൊടുത്തിട്ട് കഴിയും. അങ്ങനെയുള്ളതാണ് കുറച്ച് കഴിയുമ്പോൾ അത് ന്യൂമോണിയയിലോട്ട് മാറും. അപ്പോൾ ഒരു ഒരു പീഡിയാട്രിഷ്യനെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു ക്ലിനീഷ്യനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ഇൻഫെക്ഷൻ ആണെങ്കിൽ പനി കാണും. ആ പനിയുള്ളതെന്ന് കൺഫേം ചെയ്ത് ഇൻഫെക്ഷൻ ആണെങ്കിൽ അത് വൈറസ് ആണോ ബാക്ടീരിയ ആണെന്ന് കൺഫേം ചെയ്യുക. വൈറസ് ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് ഇല്ലാതെയുള്ള മറ്റ് മരുന്നുകളും നെബുലൈസേഷനും കൊടുത്ത് ശ്വാസം മുട്ടലും ആ ഇൻഫെക്ഷനും കുറയ്ക്കുക. ബാക്ടീരിയ ആണെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് കൊടുക്കുക, നെബുലൈസേഷനും കൊടുത്ത് ആ ശ്വാസം മുട്ടൽ കുറയ്ക്കുക. ഇത് ഇൻഫെക്ഷൻ്റെ കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇനിയാണ് മറ്റ് ഘടകങ്ങൾ. ചില ആൾക്കാർക്ക് പൊടി പ്രശ്നമാണ്, ചില ആൾക്കാർക്ക് തുമ്മി ശ്വാസം മുട്ടലോട്ട് പോകുന്നവരുണ്ട്. ഇത്തരം കാരണങ്ങൾക്ക് ആൻറ്റിബയോട്ടിക്സ് ഒന്നും ഇല്ലാതെ അവർക്ക് പനിയൊന്നും കാണില്ല. പ്യൂർലി ആ എക്സ്റ്റേണൽ ഫാക്ടർ കാരണമാണ് അവർക്ക് നമ്മൾ നെബുലൈസേഷൻസ് പോലെയുള്ള കാര്യങ്ങൾ, ഇൻഹലേഷൻ തെറപ്പിയുള്ള കാര്യങ്ങൾ കൊടുത്ത് കുറയ്ക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രശ്നമുള്ളത് ഒരു ക്ലിനീഷ്യനെ സംബന്ധിച്ചാണെങ്കിൽ ഇതിൽ ഏതാണ് തരംതിരിച്ച് കാണുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. അത് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം എല്ലാ ഇൻഫെക്ഷൻസും അലർജി ഉള്ള പിള്ളേർക്ക് ശ്വാസം മുട്ടലുണ്ടാക്കും. ഇത് ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ ഏത് ഇൻഫെക്ഷൻ ആണെന്ന് കണ്ടുപിടിക്കുക, അതിനനുസരിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കുക. അതിൽ തന്നെ ബാക്ടീരിയ ഉണ്ടാകുന്ന 30% ശ്വാസം മുട്ടൽ വരുന്ന അസുഖങ്ങൾ ചികിത്സിച്ചില്ലെങ്കിൽ ന്യൂമോണിയയിലോട്ട് പോകും. ബാക്കിയുള്ള പദാർത്ഥങ്ങൾ കൊണ്ടോ ഈ ചുറ്റുപാടുള്ള വസ്തുക്കൾ കൊണ്ടോ ഉണ്ടാകുന്ന ശ്വാസം മുട്ടലിനെ അതിൻ്റെ കണക്കാക്കി ശ്വാസം മുട്ടലിന് വേണ്ടിയുള്ള മരുന്നുകൾ കൊടുത്ത് ചികിത്സിക്കുക. ഇത് രോഗിക്കല്ല ഏറ്റവും പ്രധാനം, ചികിത്സിക്കുന്ന വൈദ്യനാണ് ഇത് മനസ്സിലാക്കേണ്ട ഏറ്റവും അത്യാവശ്യകതയുള്ളത്. ഈ അലർജിക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് ഉണ്ട്? അറിയാലോ, അലർജി എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ചുറ്റുപാട് ഒരു പ്രധാന ഫാക്ടറാണ്. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഒരു ചികിത്സാ രീതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ചുറ്റുപാട് തന്നെയാണ്. കാര്യം പാരമ്പര്യം ഒരിക്കലും മാറ്റാനുള്ള സ്ഥിതിവിശേഷം ഇന്ന് മോഡേൺ മെഡിസിൻ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റം വരുത്തണമെങ്കിൽ അത് ചുറ്റുപാടിൽ നിന്ന് മാത്രമേ സാധിക്കുകയുള്ളൂ. അവിടെ ഏറ്റവും പ്രധാനം എന്തുകൊണ്ടാണ് വരേണ്ടതെന്ന് ക്ഷമാപൂർവം ആ ഒരു കുട്ടിയുടെ മാതാപിതാക്കൾ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. കാരണം എൻ്റെ വീട്ടിലെ ചുറ്റുപാടിൽ പോലെ അല്ല താങ്കളുടെ വീട്ടിലെ ചുറ്റുപാട്, നമ്മൾ രണ്ടുപേരുടെയും കൂടെ അല്ല ഒരു X4YZ ആളുടെ വീട്ടിലെ ചുറ്റുപാട്. സോ ഇറ്റ് ഈസ് ഇൻഡിവിജ്വലൈസ്ഡ്. അപ്പം അതുകൊണ്ട് രക്ഷകർത്താക്കളാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ഡോക്ടറെക്കാട്ടും ഇമ്പോർട്ടൻസ് രക്ഷകർത്താക്കളാണ്. കാര്യം ഈ കുട്ടിക്ക് പനി ഇല്ലാതെയോ മറ്റ് ഇൻഫെക്ഷൻ ഇല്ലാതെയോ ഇത്തരം ബുദ്ധിമുട്ട് വരുന്നെങ്കിൽ, ശ്വാസം മുട്ടൽ വരുന്നെങ്കിൽ, ഭയങ്കരമായി തുമ്മുന്നെങ്കിൽ, ഭയങ്കരമായി കണ്ണ് ചൊറിയുന്നെങ്കിൽ, സ്കിൻ അലർജീസ് വരുന്നുണ്ടെങ്കിൽ
എക്സ്റ്റേണലി അല്ലെങ്കിൽ ഈ പറയുന്ന ചുറ്റുപാട് നിന്നും ഇവന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഏതാണ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഒരു അലർജിക് ഡയറി തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. ഇത്തരം ബുദ്ധിമുട്ട് വരുന്നതിന് 3 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് ഈ കുട്ടി എവിടെയെല്ലാം പോയി എന്തൊക്കെ ചെയ്തു എന്നുള്ള പുറകെ നടക്കേണ്ടി വരും, എഴുതി വെക്കേണ്ടി വരും. ഇത് 2 ദിവസത്തെ കമ്പയർ ചെയ്യേണ്ടി വരും. അതനുസരിച്ച് ഓരോന്നും മാറ്റിയും മറിച്ചും ചെയ്യേണ്ടി വരും. അതിൽ കൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പ്രിക് ടെസ്റ്റ് ഇതിനൊരു പരിഹാര മാർഗമല്ല. ഇനി സാധാരണഗതിയിൽ നമ്മൾ ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും, ഒരു കുട്ടി ഏറ്റവും കൂടുതൽ അവൻ്റെ ജീവിതം സ്പെൻഡ് ചെയ്യുന്നത് അവൻ്റെ ബെഡ്റൂമിലാണ്. നോക്കിയാൽ മതി, മിക്കവാറും എല്ലാം ബെഡ്റൂമിലാണ് അവൻ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ അവൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. കട്ടിലിൽ നിന്ന് തന്നെ തുടങ്ങണം. തലയണുറ മാറ്റണം. തലയണുറയും ബെഡ്ഷീറ്റും എല്ലാ ആഴ്ച മാറ്റുക മാത്രമല്ല, ഞങ്ങൾ ബുക്സ് പറയുന്നത് പ്ലാസ്റ്റിക് കൊണ്ട് എൻവലപ്പ്, ആ ഒരു കവർ ഉണ്ടല്ലോ, സാധാരണ ഒരു തലയണ വാങ്ങിക്കുമ്പോൾ കിട്ടുന്നൊരു കവർ, അത് വെച്ച് എൻകാസ് ചെയ്യാവുന്നതാണ്. അതാവുമ്പോൾ നമുക്ക് തുടയ്ക്കാൻ സാധിക്കും. പിന്നെ കർട്ടൻ മാറ്റുക, ജന്നൽ കമ്പികൾ എല്ലാം തുടയ്ക്കുക, എല്ലാ ആഴ്ചയും തുടയ്ക്കുക, ഫാൻ തുടയ്ക്കുക, കട്ടിലിൻ്റെ അടിയിൽ, അലമാരയുടെ മുകളിൽ, അലമാരയുടെ അടിയിൽ, ടിവിയുടെ സ്ക്രീൻ, ടിവിയുടെ താഴെ, ടി വി സ്റ്റാൻഡിൻ്റെ അടിയിൽ ഇതെല്ലാം തുടയ്ക്കുക. അപ്പോൾ തുടക്കത്തിൽ ഏതെങ്കിലും ഒരു മുറി എടുക്കുക. ഏറ്റവും നല്ലത് ബെഡ്റൂം തന്നെയാണ്. പാവകൾ, അല്ലെങ്കിൽ ഈ നമുക്ക് തുണി കൊണ്ടുണ്ടാക്കുന്ന പാവകൾ, മറ്റു കാര്യങ്ങളൊന്നും മുറിയിലോട്ട് കൊണ്ടുവരാതിരിക്കുക. പെറ്റ്സ് ഉണ്ടെങ്കിൽ റൂമിൻ്റെ അകത്ത് കയറ്റാതിരിക്കുക. ഇത്തരം കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. AC ആണെങ്കിൽ കുറച്ച് നല്ല, ആക്ച്വലി AC ഈസ് ബെറ്റർ ദാൻ ഫാൻ എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. പ്രൊവൈഡഡ് AC കൃത്യമായിട്ട് ഫിൽറ്ററൊക്കെ ചേഞ്ച് ചെയ്യണം. അങ്ങനെ വരുമ്പോൾ നമുക്ക് സാധാരണഗതിയിലൊരു ഇങ്ങനൊരു പൊസിഷനിൽ കിടത്താതിരിക്കുക. AC തൊട്ട് താഴെ കിടത്തുക, അല്ലെങ്കിൽ AC 2 സൈഡിൽ കിടത്തുക. ഈ ബ്ലോയർ ഇങ്ങനെ നേരിട്ട് മുഖത്തിലടിക്കുന്ന വിധത്തിലാണ് സാധാരണ എല്ലാവരും കിടക്കുക. അത് അവോയ്ഡ് ചെയ്യുക. ഇത്തരം സ്വന്തം റൂമിൽ തന്നെ, ഒരു റൂമിൽ തന്നെ ഉള്ള മാറ്റങ്ങൾ നോക്കി അതിൽ ഫലം വരുന്നുണ്ടോ എന്നുള്ളത് രക്ഷാകർത്താക്കൾ തന്നെ ശ്രദ്ധിക്കുക. ഏറ്റവും കൂടുതൽ ആ ഡസ്റ്റ് മൈറ്റ്സ് ഒക്കെ ഈ കട്ടിലിൻ്റെ അടിയിലും ഇവിടെ എല്ലാം കാണാം, പൊടിയുടെ ഇടയിലൊക്കെ കാണത്തില്ല. കൃത്യമായി തൂക്കുക, കൃത്യമായി ക്ലീൻ ചെയ്ത് വെക്കുക. ഇത്തരം കാര്യങ്ങൾ തന്നെ 90% ഓഫ് ഇൻഫെക്ഷൻ അല്ലാത്ത ശ്വാസം മുട്ടലുകൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഇനിയുള്ളത് നമുക്ക് ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആഴ്ചയിൽ എത്ര ദിവസം കുട്ടിക്ക് ഈ ബുദ്ധിമുട്ട് വരുന്നു, എത്ര ദിവസം രാത്രികളിൽ ഇവൻ ചുമച്ചുകൊണ്ട് കിടക്കുന്നു. ഇത് ഒരു ക്ലാസിഫൈ ചെയ്തുകൊണ്ട് ഇൻഹലേഷൻ തെറാപ്പിയിലോട്ട് പോകുക എന്നുള്ള, ശ്വാസമുട്ടലാണെങ്കിൽ ഇൻഹലേഷൻ തെറാപ്പിയിലോട്ട് പോകുക എന്നുള്ളതാണ് ഉത്തരം. അപ്പോൾ എന്താണ് ഇൻഹലേഷൻ തെറാപ്പി എന്ന് സ്വാഭാവികമായിട്ടും ചോദിക്കാം. നോക്കൂ, നമ്മളൊരു ഗുളികയോ സിറപ്പോ കഴിക്കുകയാണെങ്കിൽ നേരെ വയറിൽ പോവുക, അത് രക്തത്തിൽ കയറി രക്തം അത് എല്ലാ അവയവങ്ങളിലും കൊണ്ടുപോയി അവസാനം കിഡ്നി ലിവറും കൂടി തന്നെ പുറന്തള്ളും, അല്ലേ? നേരെ മറിച്ച് നമുക്ക് ഇൻഹലേഷൻ തെറാപ്പി ആണെങ്കിൽ, അതായത് ഒരു കുട്ടി ഇൻഹേലർ ഉപയോഗിക്കുകയോ നെബുലൈസർ ഉപയോഗിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നേരെ ശ്വാസകോശത്ത് മാത്രമേ പോകുന്നുള്ളൂ, രക്തത്തിൽ കയറുന്നില്ല. അതുകൊണ്ട് തന്നെ ഡോസും വളരെ തുച്ഛമാണ്. പക്ഷേ നമ്മുടെ ഒരു പ്രത്യേക സ്ഥിതിവിശേഷം കൊണ്ട് തന്നെ നമ്മുടെ ആൾക്കാർക്ക് ഇതിന് ഭയങ്കര മടിയാണ്. ശരിക്കും യാതൊരു സൈഡ് ഇഫക്റ്റും ഇല്ലാത്ത ഒരു ചികിത്സാ സമ്പ്രദായമാണ്, അല്ലെങ്കിൽ ചികിത്സാ രീതിയാണ് ഇൻഹലേഷൻ തെറാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഇൻക്ലൂഡിങ് ഇപ്പം തന്നെ പത്രത്തിലെല്ലാം വായിച്ചു കാണുമല്ലോ, ഇൻസുലിൻ വരെ ഇപ്പോൾ ഇൻഹലേഷൻ തെറാപ്പി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. പഴയ കൺവെൻഷണൽ മെത്തേഡൊക്കെ മാറിക്കൊണ്ട് കാലത്തിനൊട്ട് മാറാൻ നമ്മൾ തയ്യാറായില്ലെങ്കിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യം. ഇൻഹലേഷൻ തെറാപ്പിയിലോട്ട് എത്രയും പെട്ടെന്ന് കുട്ടികളെ കൊണ്ടുവരിക, അവരത് പരിശീലിക്കുക. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറേ കൺട്രോൾ ചെയ്യുക മാത്രമല്ല വളരെയധികം മുന്നോട്ട് പോകാൻ സാധിക്കും. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചിന്തിക്കുക എന്ന് പറയുന്നത്, ഒരിക്കൽ ഇത് ഇൻഹേലർ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ എൻ്റെ മോന് പിന്നെയും ഉപയോഗിക്കേണ്ടി വരുന്നത് എന്നുള്ള ഒരു ചോദ്യചിഹ്നം വരാറുണ്ട്. നമുക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം പിന്നെയും നമ്മൾ കഴിക്കുമോ? ഇല്ല, നമുക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് കഴിക്കുന്നത്. അതായത് പിന്നെയും അവർ ഇൻഹലേഷൻ തെറാപ്പി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ആ ഇൻഹലേഷൻ തെറാപ്പി കൊണ്ട് അവർക്ക് ഫലം ഉണ്ടായതുകൊണ്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, എൻ്റെ കുട്ടിക്ക് അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, അതായത് പാരമ്പര്യം ഉണ്ടെന്നും അത് കാരണം ചുറ്റുപാടിൽ നിന്ന് എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും അവന് ഈ ബുദ്ധിമുട്ട് വരുമെന്നും ആ ബുദ്ധിമുട്ട് വരുമ്പോഴെല്ലാം അവനെ സൈഡ് ഇഫക്റ്റ് ഇല്ലാതെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സാധനമാണ് ഇതെന്ന് കരുതി കഴിഞ്ഞാൽ ഈ തീരാവുന്ന വിഷമമേ നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ ഉള്ളൂ. ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പരിസരങ്ങളിലുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കപ്പെടുക, അതിനു വേണ്ടിയുള്ള ആക്ഷൻ എടുക്കുക. 3, ഇൻഹലേഷൻ തെറാപ്പി പോലെയുള്ള ട്രീറ്റ്മെൻറ്റ് ഓപ്ഷനിലോട്ട് പോയിക്കൊണ്ട് ഇതൊക്കെ വളരെയധികം കൺട്രോൾ ചെയ്ത് മുന്നോട്ട് പോവുക. ഇതാണ് എൻ്റെ ചികിത്സാ രീതിയിലുള്ള പ്രധാനപ്പെട്ട ഘടകം. കുട്ടികളിൽ സാർ ഇപ്പോൾ കൂടുതലായിട്ട് നമ്മൾ കാണുന്നത് ഭക്ഷണ രീതികളിൽ നിന്നുള്ള ഒരു അലർജി ആണല്ലോ. അതിനെപ്പറ്റി സാറിൻ്റെ അഭിപ്രായം എന്താണ്? ഏതൊരു ഭക്ഷണം കൊണ്ട് നമുക്കൊരു അലർജി ഉണ്ടാവുന്നെങ്കിലും ആ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്ന പ്രോട്ടീനുകൾ കൊണ്ടാണ്. നോക്കൂ, ബീഫ് കൊണ്ടുള്ള അല്ല, ബീഫിലുള്ള പ്രോട്ടീൻ കൊണ്ടാണ്.
മുട്ടയിലല്ല. മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ആൽബുമിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടാണ്. പശുമ്പാലിനല്ല. പശുമ്പാലിലുള്ള കേസീൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ കൊണ്ടാണ്. ഈ ഭക്ഷണ പദാർത്ഥങ്ങളിലുള്ള പ്രോട്ടീൻ കൊണ്ടുള്ള ഒരിക്കലും റൈസിന് അലർജി വരുന്നില്ല. ഒരിക്കലും മറ്റ് അസുഖങ്ങൾക്ക് നമ്മൾ അടുത്ത ഒരു കാര്യം, നമ്മുടെ ഒരു ഭാഗത്ത്, നമ്മുടെ ഒരു കൊച്ചു കേരളത്തിലാണ്, നമ്മുടെ ഏഷ്യൻ കൺട്രീസ് നോക്കിക്കഴിഞ്ഞാൽ ഭക്ഷണം കൊണ്ടുള്ള അലർജി വളരെ കുറവാണ്. പക്ഷേ ഇവിടെ കുറഞ്ഞ സാധനം പൊങ്ങി വരുന്നു, അവിടെയാണല്ലോ നമ്മൾ കൂടുതൽ അന്വേഷിക്കുന്നത്. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രോബ്ലം. നോക്കൂ, നമ്മുടെ ഏഷ്യൻ ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് സെൻട്രിക് ആണ്, പ്രോട്ടീൻ സെൻട്രിക് അല്ല. രാവിലെ ഇഡ്ഡലി, രാത്രിയും ഇഡ്ഡലി, ഉച്ചയ്ക്ക് ചോറ് അല്ലെങ്കിൽ ദോശ, ഇങ്ങനെയുള്ള ഐറ്റങ്ങളാണ് നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിൽ പ്രോട്ടീൻ്റെ അളവ് വളരെ കുറവാണ്. നേരെ മറിച്ച് പാശ്ചാത്യ ലോകത്തോട്ട് നോക്കൂ, അവർക്ക് പ്രോട്ടീൻ സെൻട്രിക് ഡയറ്റാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കൊണ്ടുള്ള അലർജി ഏറ്റവും കൂടുതൽ കാണുന്നത് പാശ്ചാത്യ ലോകത്താണ്. ഏറ്റവും കൂടുതൽ പുസ്തകങ്ങളും അതിനുവേണ്ടി റിസർച്ച് നടത്തിയിട്ടുള്ളതും പാശ്ചാത്യരാണ്. എന്നെപ്പോലുള്ള ഡോക്ടർമാർ അവിടെ പഠിച്ച് ആ പുസ്തകം വിഴുങ്ങിയിട്ട് ഇവിടുത്തെ ആഹാര രീതിയായിട്ട് ഒരു ബന്ധവുമില്ല, അതുകൊണ്ട് ഇവിടെ വിളമ്പിയാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതാണ് ഓവർ എന്തൂസിയാസം റിഗാർഡിങ് ദ ഫുഡ് ഹാബിറ്റ്സ് ഫോർ ദ സെർച്ച് ഓഫ് അലർജി എന്ന് ഞാൻ പറയുക. അപ്പോൾ നമ്മൾ നോക്കേണ്ടത്, ഈ വരുന്ന ഒരു അലർജി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണത്തിൻ്റെ മാത്രം പുറകെ പോകാതെ മറ്റു ചുറ്റുപാട് കാര്യവും കൂടെ ശ്രദ്ധിച്ചുകൊണ്ട്, ഇനി ഭക്ഷണത്തിലാണെങ്കിൽ തന്നെ നമ്മൾ എഴുതി വയ്ക്കുകയും റിപ്പീറ്റഡായിട്ട് 1-2 വരുമ്പോൾ ആ എഴുതി വച്ചിരിക്കുന്നതുമായിട്ട് കമ്പയർ ചെയ്ത് ഇതിൽ ഏതാണെന്ന് കണ്ടുപിടിച്ച് അങ്ങനെ മുന്നോട്ട് പോവുക കുട്ടികളിൽ. കാരണം പ്രിക് ടെസ്റ്റ് ഒന്നും നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യമാണ് അവർക്കുള്ളത്. ഡെഫിനറ്റ്ലി നമുക്ക് ഏതെങ്കിലും കുട്ടിക്ക് ഈ പറയുന്ന മുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന ആൽബുമിൻ കൊണ്ടുള്ള അലർജി ഉണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻ കൊടുക്കരുതെന്നുള്ളതാണ്. ഒരു സീ ഫുഡ് കഴിച്ച ആർക്കെങ്കിലും അലർജി വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പിന്നെ കൊടുക്കാൻ പാടില്ല. ഇതാണ് എൻ്റെ മനസ്സിലുള്ള ഒരു ആശയം. കുട്ടികളിലുള്ള അലർജിയെ പറ്റിയും ആസ്മയെ പറ്റിയും കുറച്ച് ആശയങ്ങൾ ഞങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതിനായിട്ട് ഡോക്ടർ ശ്രീജിത്തിന് വളരെ നന്ദി. താങ്ക് യു സർ.